ഏറ്റവും മികച്ച ഒരു സമ്മേളനമായി തന്നെ നടത്താറുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ ഒരു സംഘടനയാണ് KCB. സഹകരണ മേഖല തന്നെ അതിവിപുലവും സർവതല സ്പർശിയുമാണ്. ആദ്യകാലങ്ങളിൽ ഐക്യനാണ്യ നിധി ചെറിയ ചെറിയ കൂട്ടായ്മകളെല്ലാമായിട്ടാണ് കൊച്ചു കൊച്ചു സഹകരണ സംഘങ്ങൾ വന്നതെങ്കിൽ കേരളത്തിൽ പോകുന്നത്. വലിയ കോർപ്പറേറ്റ് ധനകാര്യ സ്ഥാപനത്തേക്കാൾ മെച്ചപ്പെട്ട 2.5 ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപവും ഏറെക്കുറെ 1.5 ലക്ഷത്തിൽ പരം ജീവനക്കാർ, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഒരു അർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ അതിവിപുലമായ ഒരു മേഖലയാണ് സഹകരണം. പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പിന്നീട് വൈവിധ്യമാർന്ന നിരവധി സംഘങ്ങളിലേക്ക് മാറിയതും എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ സഹകരണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമ്മുടെ സഹകരണ ബാങ്കുകളാണ്. 1600 വരുന്ന കേരളത്തിലെ ആക്സിസ്, അതാണ് സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണ്. അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്ത മേഖലകളിൽ സഹകരണ പ്രസ്ഥാനം കടന്നു വന്നതോടുകൂടി ഇതിൻ്റെ വിസ്തൃതി, ഇതിൻ്റെ രംഗം വലിയ തോതിൽ വികസിച്ചതാണ്. ലോകത്തിൽ തന്നെ മാതൃകയായ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, തൊഴിലാളികൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി LCCകളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ തൊഴിലാളികളെ രക്ഷിക്കാൻ രൂപീകരിക്കപ്പെട്ട ദിനേശ് സഹകരണ സംഘം. ഇന്ന് പ്രതിസന്ധിയിലാണ്. ഒരു കാലത്ത് ദിനേശ് സഹകരണ സംഘം ഏറ്റവും വലിയ സംഘമായിരുന്നു നമുക്കെല്ലാം കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത മേഖലകളില്ല ഈ സഹകരണ മേഖല പ്രവർത്തിക്കുന്നു. ആ സഹകരണ മേഖലയിലെ സംഘടനയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളാണ് എല്ലാവരും. ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി, തകർക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പരിശ്രമങ്ങളും വിവിധ കോണുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു തരത്തിൽ ഗുണമില്ല. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. കേരളത്തിലെ സർക്കാരിനുള്ള നിലപാടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയവും തെറ്റായതുമായ ചില നിലപാടുകൾ എടുക്കുകയും അതനുസരിച്ച് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഈ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമായി. മാത്രമല്ല, അനവസരത്തിലും അനാവശ്യവുമായി ഉണ്ടാക്കിയ നോട്ട് നിരോധനം നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കേരളത്തിലെ സഹകരണ മേഖലയിൽ കള്ളപ്പണ നിക്ഷേപമാണ്. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനുവേണ്ടി തന്നെയാണ് നോട്ട് നിരോധനം നടത്തിയത് എന്ന് പറഞ്ഞ് സഹകരണ മേഖലയിലേക്ക് ഒന്ന് കൈവക്കാൻ പറ്റും. പക്ഷേ എല്ലാ പരിശോധനയും നടന്നിട്ടും ഒരു സഹകരണ സംഘത്തിൽ നിന്ന് പോലും കള്ളപ്പണമോ ഏതെങ്കിലും അനഭിലഷണീയമായ പ്രവണതകളോ സഹകരണ സംഘങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിനർത്ഥം സുതാര്യമായി കൃത്യതയോടുകൂടി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ സംഘം നടക്കുന്നത്. പുതിയ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നമ്മുടെ സഹകരണ സംഘങ്ങളെ ബന്ധപ്പെടുത്തി ഇതിനെ ദുർബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമുള്ള ചില നീക്കങ്ങൾ നടത്തുവാൻ രാജ്യത്താകെ സഹകരണ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ലോകത്താകെ രാജ്യത്തുമുണ്ട് സഹകരണ സംഘങ്ങളുണ്ടെങ്കിൽ, സഹകരണ സംഘങ്ങളുടെ നടത്തിപ്പിൽ ഏറ്റവും കൃത്യതയും ശരിയുമായ രീതിയിൽ കൊണ്ടുപോകുന്നത് കേരളത്തിലാണ് എന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ED വരുന്നു. അത് പിന്നീട് ഒരു സഹകരണ സംഘം ഒതുങ്ങുന്നില്ല, നിരവധി സഹകരണ സംഘങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുന്നു. ആ പരിശോധന
ഉന്നതരായ നേതാക്കളിലേക്ക് ആ പരിശോധന എത്തുന്നു. നിയമനിർമ്മാണം വഴി മാത്രം എളുപ്പമല്ല, എത്തിപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ സഹകരണ മേഖല. അങ്ങനെ വ്യാപിച്ച് എത്തിപ്പെട്ട് നിൽക്കുന്നതിനൊരു കാരണമുണ്ട്. ഈ സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാക്കിയ നമ്മുടെ മുൻകാല ചില നേതാക്കന്മാരും സഹകാരികളും നമ്മുടെ നാട്ടിലെ ജനങ്ങളും അവർ വളരെ സത്യസന്ധമായി തങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഈ സഹകരണ മേഖലയെ 25 ഈ സംഘടന രൂപീകരിച്ച് 50ാമത്തെ വർഷം എത്തി നിൽക്കുന്ന ഈ സന്ദർഭം നെഞ്ചോട് ചേർത്ത് ഇക്കാലമത്രയും മുന്നോട്ട് പോയിട്ടുള്ള പോരായ്മകൾ നികത്തി ആ പോരായ്മകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മേഖലയെയും അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരെയും സംരക്ഷിക്കുന്ന അവകാശ പോരാട്ടങ്ങളിൽ സഹകാരികളെയും പൊതുപ്രസ്ഥാനത്തെയും ട്രേഡ് യൂണിയനുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ സമര പോരാട്ടങ്ങളിലൂടെയാണ് ഇതുവരെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിച്ചത്. തീർച്ചയായും ഇനിയും ഒരുപാട് നമുക്ക് ഈ പ്രതിസന്ധികളെ നേരിടുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ഊർജിതമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. വലിയ പ്രതിസന്ധിയാണ്, വലിയ തോതിലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രം ഈ മേഖലയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈലോ പ്രകാരം രൂപീകരിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏകീകരിച്ച ബൈലോ ഈ ജനറൽ കൗൺസിൽ യോഗം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് എളമനം കരീമാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കേരള ദിനേശ് പി സഹകരണ സംഘം രൂപീകരിച്ചത് ഈ തൊഴിലാളികളെ സംരക്ഷിക്കാനാണ്. 67 ഐക്യമുന്നണി ഗവൺമെൻറ്, EMS മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് ബീഡി തൊഴിലാളികൾക്ക് മിനിമം വേതനം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ വെല്ലുവിളിച്ച് സ്വകാര്യ മുതലാളിമാർ കമ്പനി പൂട്ടി തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി. കേരള ദിനേശ് പി സഹകരണ സംഘം മികച്ച നിലയിൽ പ്രവർത്തിച്ചു. പക്ഷേ ബീഡിയുടെ മാർക്കറ്റിംഗ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ബീഡി ഉൽപ്പാദനം അവർ ഡൈവേഴ്സിഫൈ ചെയ്തു. ദിനേശ് ഫുഡ്, ദിനേശ് ഷേക്ക് എന്നൊക്കെ പറഞ്ഞു, ദിനേശ് അമ്പർല എന്നൊക്കെ നിലയിൽ ആ സ്ഥാപനത്തെ നിലനിർത്താനുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. എന്നാലും അത് പഴയതുപോലെ ആവില്ല. ഇത് തന്നെയാണ് കൈത്തറി സംഘങ്ങളുടെ സ്ഥിതി. കാശ് കൊടുക്കാൻ പറ്റുന്നില്ല. കൈത്തറി തൊഴിലാളികളുടെ സംഘടന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു സമരം പ്രഖ്യാപിക്കുന്നുണ്ട്. പണം എന്നാൽ ക്രെഡിറ്റ് സംഘങ്ങൾ ആ നിലയിലുള്ള പ്രശ്നങ്ങളില്ല. നിങ്ങൾ തന്നെ പലപ്പോഴും പറയുന്നത് പോലെ നാട്ടിലെ സാമ്പത്തിക ഞെരുക്കം എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് ഈ പൊതുമേഖലയിൽ, സഹകരണ മേഖലയിലൊക്കെ സാമ്പത്തിക കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് സഹകരണ ബാങ്കുകളെ ബാധിക്കുന്നുണ്ട്, ചെറുകിട വ്യവസായങ്ങളെ ബാധിക്കുന്നുണ്ട്. സൃഷ്ടിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ വലിയ ഭാഗം കൈയടക്കുക. ഇതാണ് സാമ്പത്തിക ഉദാരവൽക്കരണ നയത്തിലൂടെ ലോകത്താകെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. ജനങ്ങളുടെ ആകെ ജീവിതം മെച്ചപ്പെടുക എന്നത് ഈ നയത്തിൻ്റെ മുതലാളിത്ത വ്യവസ്ഥയ്ക്കേയില്ല. അർഹതയുള്ളത് അതിജീവിച്ചാണ്, അല്ലാത്തത് ചർച്ച പോകുന്നത് സ്വാഭാവികമായ പ്രകൃതി നീതിയാണെന്നാണ് അവരുടെ ശാസ്ത്രം. ഈ നയത്തിനൊരു ബ്രേക്ക് ഇട്ടിരുന്നു. അത് ലോകരാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വന്നപ്പോഴാണ് ആ ബ്രേക്ക് വന്നത്. 1917 സോവിയറ്റ് യൂണിയൻ്റെ പ്രത്യേകിച്ച് 45 രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറി. 1917 ഒരു സോവിയറ്റ് യൂണിയൻ, ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എന്നതിൽ നിന്ന് മാറി ഒരു സോഷ്യലിസ്റ്റ് ലോകം ഉദയം ചെയ്യുകയും ചെയ്തപ്പോൾ ലോക രാഷ്ട്രീയം ഇരുധ്രുവങ്ങളായി. വളർച്ച നേടിയ മുതലാളിത്തത്തിൻ്റെ മുമ്പന്മാരെ പോലും കവച്ചു വെക്കുന്ന നേട്ടങ്ങൾ ചില രംഗത്ത് സോവിയറ്റ് യൂണിയനൊക്കെ കൈവരിച്ചിരുന്നു. ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തയച്ചത് സോവിയറ്റ് യൂണിയനാണ്. അന്ന് അമേരിക്കക്ക് അതിന് കഴിഞ്ഞില്ല. യൂറി ഗഗാരിൻ ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പാർലമെന്റിന് മുമ്പിൽ തല കുനിച്ച് നിന്ന് അമേരിക്കയിൽ 10 വർഷത്തിനുള്ളിൽ ഒരു മനുഷ്യനെ ബഹിരാകാശത്തയക്കും എന്ന് പ്രഖ്യാപിക്കാനേ വേണ്ടുള്ളൂ. ആ സ്ഥിതിയൊക്കെ പിന്നീട് മാറി. ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന സ്റ്റോറേജ് സംവിധാനം ശാസ്ത്രീയമായി വികസിച്ചു. നല്ല ഗോഡൌണുകൾ, ശീതീകരിച്ച സംഭരണികൾ
പിന്നെ അതിൻ്റെ ലോകം മുഴുവനുള്ള ട്രാൻസ്പോർട്ടേഷൻ അതെല്ലാം വികസിച്ചു. പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടായി. ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം ലോകത്തെ ആകെ മാറ്റിമറിച്ചു. ഇങ്ങനെ വലിയ നേട്ടങ്ങളുണ്ടായി. ആ വളർച്ചയിൽ സോവിയറ്റ് യൂണിയൻ അല്പം പറഞ്ഞു. ലോകം മുഴുവൻ ഒരു ഗ്രാമം പോലെ ഈ ആധുനിക ശാസ്ത്രത്തിനുണ്ട്. ഈ രീതി മുതലാളിത്തം അവരുടെ അടവ് മാറ്റി. പലതരത്തിലുള്ള ഉൽപ്പാദന രീതികൾ അവർ കൊണ്ടുവന്നു. ഉദാഹരണത്തിന് വലിയ ഇലക്ട്രോണിക് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അവർ നേരിട്ടല്ല. ആപ്പിൾ ഫോൺ ഉണ്ടാക്കാൻ ലോകത്ത് പല രാജ്യങ്ങളിലും അവർക്ക് ഉൽപ്പാദനശാലകൾ കോൺട്രാക്ട് കൊടുത്തിരിക്കും. ടെക്നോളജി അവരുടേത്, പ്രൊഡക്ഷൻ മറ്റൊരു സ്ഥാപനം. ഫോക്സ്കോൺ എന്ന് പറയുന്ന ഒരു ലോക മുതലാളിത്തത്തിലേക്ക് അവർ കടന്നു. അതിനുവേണ്ടി അവർ ആവിഷ്കരിച്ച നയമാണ് ഈ നവ ഉദാരവൽക്കരണം, നിയോ ലിബറൽ പോളിസീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം മുതലാളിത്ത വികസന നയം തന്നെയാണ്, അല്ലാതെ പുതുതായി കണ്ടുപിടിച്ചൊന്നുമല്ല. എന്ന് വെച്ചാൽ പൊതുമേഖലകളെ ഇല്ലാതാക്കുക, മൂലധനത്തിൻ്റെ വലിയ കേന്ദ്രീകരണം സൃഷ്ടിക്കുക, തൊഴിൽ മേഖല ഉദാരവൽക്കരിക്കുക, തൊഴിലാളികൾ ഒരു സ്ഥലത്തും കേന്ദ്രീകരിച്ച് വരാതിരിക്കുന്ന രീതിയിൽ ഉൽപ്പാദനത്തെ വികേന്ദ്രീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പുതിയ നയങ്ങൾ അവർ ആവിഷ്കരിച്ചു. പണ്ട് വ്യവസായങ്ങളെ ഫോർഡ് മാതൃക എന്നാണ് പറയുക. ഫോർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വലിയ കാർ നിർമ്മാണ കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു ഫോർഡ്. ആ കമ്പനി അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചാൽ കാറായി പുറത്തേക്ക് വരും. പൂർണ്ണമായ ഉൽപ്പാദനം ഒരു ക്യാമ്പസിലാണ്. ഒരു വലിയ ക്യാമ്പസായിരിക്കും, 10,000-കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടാവും. പല പാഠശാലയിൽ ഉള്ളിൽ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്ത് പരീക്ഷണം നടത്തി പുറത്തേക്ക് വിൽക്കുന്നു. ഇതിന് പകരം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ ഈ ഉൽപ്പാദനത്തെ വികേന്ദ്രീകരിച്ച് ഓരോ ഭാഗങ്ങൾ ലോകത്ത് ഏത് ഭാഗത്തും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ലോകം മാറി. ഉൽപ്പാദനത്തിൻ്റെ വികേന്ദ്രീകരണം. അപ്പോൾ തൊഴിലാളികൾ വികേന്ദ്രീകരിക്കപ്പെട്ടു, ഒരുമിച്ച് വരാൻ കഴിയുന്നു. CITയുടെ സ്ഥാപക നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അഖിലേന്ത്യാ ഭാരവാഹിയായും പാർലമെന്റ് അംഗമായി LDFിന്റെ കൺവീനറായി പ്രവർത്തിച്ചിരുന്ന സർ MM ലോറൻസ്, CIT വർക്കിംഗ് കമ്മിറ്റി അംഗവും ഡൽഹി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സർ KN തിവാരി, കൂത്തുപറമ്പ് വെടിവയ്പിൽ പരിക്കേറ്റ് ദീർഘനാൾ ചികിത്സയിലിരിക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞ വിപ്ലവ സൂര്യൻ സർ പുഷ്പൻ, അംഗങ്ങളായിരുന്ന തില്ലങ്കേരി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനും യൂണിയൻ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ സർ EK ശ്രീധരൻ, കാവിലമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനും കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന KT മനോജൻ, കക്കട്ടിൽ റൂറൽ ബാങ്ക് ജീവനക്കാരൻ K മുകുന്ദൻ, എറണാകുളം പോലീസ് സൊസൈറ്റി ജീവനക്കാരനും ഇടപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവുമായ ഷിബു, ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാരനായിരുന്ന M രാഘവൻ, ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘം പാലായിലെ ജീവനക്കാരനായിരുന്ന സർ സതി, സർവീസിലെ സർ വിനീത്, വെളിയങ്കോട്ട് നോർത്ത് വനിതാസ്ഥാന സൗത്ത് ഏരിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് ക്രെഡിറ്റ് സഹകരണ സംഘം ജീവനക്കാരിയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായിരുന്ന സൗ ജയശ്രീ ഗോപി, ഗവൺമെന്റ് എംപ്ലോയീസ് സാമ്രാജ്യത്വ ഘടനാക്രമണങ്ങളിൽ ധാസയിലടക്കം ലോകത്താകെ കൊല്ലപ്പെടുന്ന മില്യണക്കണക്കിന് ആയിരക്കണക്കിന് കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രശസ്തരായ നിരവധി ആളുകൾ ഈ സമ്മേളനമായ മുഴുവൻ ആളുകളുടെയും ഈ കൗൺസിൽ യോഗം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്ന മനുഷ്യരുടെ CDM പ്രമേയം PS ജയചന്ദ്രൻ, MN മുരളി, വേദിയിലും സദസ്സിലുമുള്ള 30ാമത് കേരള ജനങ്ങൾ
അഭിപ്രായം ഞാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൂടുതൽ ഏതെങ്കിലും ഇതിൻ്റെ വ്യക്തികളെടുത്ത് രാജ്യത്തെ വിഭാഗങ്ങൾ മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.